യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യത്തിന്റെ മധ്യത്തിൽ നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. ഈ ബൈബിളിൽ കേൾക്കാമെന്ന് മാത്രമല്ല, ദൈവം കേൾക്കത്തില്ലെന്നുമുണ്ട്. സ്തോത്രം. മുകളിൽ 2 വാക്യം കൂടെ മേളി വായിക്കാവോ? നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. നിന്റെ ഉത്സവവും എനിക്ക് വേണ്ട, അമാവാസിയും എനിക്ക് വേണ്ട. അവ എനിക്ക് അസഹ്യം, അതെനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ചു മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. എവിടാ പ്രോബ്ലം? പ്രവാചകൻ പറയുക, ദൈവത്തിന്റെ സ്വന്തം ജനത്തോട് പറയുക, കാള തന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനനെ അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. പ്രശ്നം എന്തറിയാമോ? അവർ ദൈവത്തെ മറന്നു. അത് അവർക്ക് പറ്റി കുഴപ്പം. ആരെ മറന്നു? അടുത്തിരിക്കുന്ന ആളെ തൊട്ടു, ഒരിക്കലും ദൈവത്തെ മറക്കല്ലെന്ന് പറ. നിങ്ങൾക്ക് അവിടെ പ്രാർത്ഥിച്ച വായിച്ച ഇച്ചിരൂടെ തെളിയത്തില്ല. ഇരമ്യാവ് എടുത്തേ, 11-ാം അധ്യായം എടുത്തേ, 10 മുതലുള്ള വാക്യം. എന്താ നിങ്ങളുടെ കാര്യം പറയാത്തതെന്നാ പറയാൻ പോകുന്നത്, കേട്ടണം. ഇരമ്യാ പ്രവചനം. ദൈവത്തിന്റെ സ്തോത്രം. അവർ എന്റെ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത പിതാക്കന്മാരുടെ അകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞു. അന്യദേവന്മാരെ സേവിപ്പാൻ അവരോട് ചേർന്നിരിക്കുന്നു. ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഇസ്രായേൽ ഗൃഹവും യഹൂദാ ഗൃഹവും ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഒഴിഞ്ഞു പോകുവാൻ കഴിയാത്ത ഒരനർത്ഥം ഞാൻ അവർക്ക് വരുത്തും. അവർ എന്നോട് നിലവിളിച്ചാലും ഞാൻ കേൾക്കില്ല. ഞാൻ കേൾക്കത്തില്ല. കാരണം ദൈവത്തെ മറന്ന് അരുതാത്ത ദൈവങ്ങളുടെ പുറകെ പോയി. ഞാൻ ദൂത് പറയുക, എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ബൈബിളിലെ ചില വാക്ക് ശ്രദ്ധിച്ചോണം. സെക്കറിയാനോട്, സെക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഗ്ലോറി ടു ഗോഡ്. യെശയ്യാ 38 നിന്റെ പ്രാർത്ഥനയും കണ്ണുനീരും ഞാൻ കണ്ടിരിക്കുന്നു. അപ്പൊ പ്രാർത്ഥന കാണുന്നൊരു ദൈവമുണ്ട്, മറുപടി തരുന്നൊരു ദൈവമുണ്ട്. എന്നാൽ ചിലരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഞാൻ ഇന്ന് ഈ ദൂതെടുത്തത് ഞാൻ ആ ഭാഗം വിടുക. ഇനി അപ്പോസ്തല പ്രവൃത്തി 9 തിരിച്ചു വിടുക. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. സ്തോത്രം. എനിക്ക് ദൈവം തരുന്നൊരു ബോധ്യം പറയാം. നിന്റെ വിടുതലിന് വേണ്ടി ദൈവം ചിലരോട് സംസാരിക്കാൻ പോവാ. ഒരാമയും പറയണം. വിചാരിക്കാത്ത സ്ഥലത്തു നിന്ന് നിന്നെ വിടുവിക്കാൻ ഒരാളെ എഴുന്നേൽപ്പിക്കുക ദൈവം. എത്ര പേർ ആമയും പറയും? ഇന്ന് പകൽ നിന്നെ ഉദ്ധരിക്കുവാൻ, നിന്റെ കുടുംബത്തിന്റെ ഗതികേട് പൊട്ടിക്കുവാൻ, നിന്റെ സന്തതിയുടെ ഗതികേട് കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. നീ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും. ശൗലിപ്പോ എവിടാ താമസിക്കുന്നേ? അഡ്രസ് പറ. തർസോസുകാരനായ യൂദയുടെ വീട്ടിൽ. ഞാനൊരു കാര്യം പറയാം. ദൈവം ഇന്നും പ്രാർത്ഥിക്കുന്നവന് പേരും വീട്ടുപേരും സ്ഥലപ്പേരും വെളിപ്പെടുത്തുന്നതാണെന്ന് ബൈബിളാ പഠിപ്പിക്കുന്നത്. ഒരാമയും വരുന്നില്ല. അങ്ങനൊന്നും ഇല്ലെന്ന് ആരെങ്കിലും നിന്നെ പഠിപ്പിക്കുന്നെങ്കിൽ അവൻ വായിക്കുന്ന പുസ്തകം വേറെയാ. ശ്രദ്ധിച്ചു കേൾക്കണം. ഗ്ലോറി. ശ്രദ്ധിച്ചു കേൾക്കണം. സ്തോത്രം. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് കേട്ടണം. വാക്യം 17 വായിച്ചേ. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു അവന്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ഞാനോട് വെളിപ്പാട് പറയാം. നിന്റെ വിടുതൽ ഉടനെ.
കഴിഞ്ഞ 72 മണിക്കൂർ നീ സഹിച്ച പ്രതിസന്ധി, കഴിഞ്ഞ 72 ദിവസം നീ സഹിച്ച പ്രതിസന്ധി, കഴിഞ്ഞ 72 മാസങ്ങൾ നീ സഹിച്ച പ്രതിസന്ധി ഇന്ന് ഉടൻ